ഹലോ കൂട്ടുകാരെ, അടുക്കളയിൽ നിന്നും എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വളരെ ക്രിസ്പിയായി ടേസ്റ്റിയായി തട്ടുകട സ്റ്റൈലിൽ എങ്ങനെ പരിപ്പ് വട റെഡിയാക്കാമെന്ന റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലും കൂടി ഒന്ന് പ്രസ് ചെയ്ത് പൊട്ടിച്ചേക്കുക, അതിൽ ഓളൊന്ന് കൊടുത്തേക്കുക. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. നമ്മളിതാ വൈകുന്നേരത്തേക്കാണ് നമ്മൾ പരിപ്പോടയൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ അതാ രാവിലെ തന്നെ ഒരു 8 മണിക്കൂർ ഏകദേശം കുതിർത്തി വെച്ച പരിപ്പാണിത്. ഇവിടെ 1 ടേബിൾ സ്പൂൺ കുതിർത്തിയ ശേഷം പരിപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വഴിയേ പറയാം. അപ്പോൾ ഈ പരിപ്പ് 8 മണിക്കൂറെങ്കിലും, കുറഞ്ഞതൊരു 5 മണിക്കൂറെങ്കിലും കുതിർന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അരഞ്ഞു കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ്: ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു വലിയ സവാള, കുറച്ച് വേപ്പില. ഇഞ്ചിയുടെ കൂടെ വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതങ്ങനെ ഇട്ടില്ല കേട്ടോ. വെളുത്തുള്ളി ഇട്ടാലും നല്ല സ്വാദ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം. നമുക്കിതെല്ലാം വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞവിടെ മാറ്റി വെക്കാം. നമ്മുടെ പരിപ്പ് മിക്സിയുടെ ജാറിലിട്ട ശേഷം ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം. ഭയങ്കര ഫൈൻ പേസ്റ്റ് ആയിട്ടല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുക്കാം മീൻസ് മിക്സിയുടെ റിവേഴ്സ് ബട്ടൺ പ്രസ് ചെയ്ത് ഒരു 3-4 പ്രാവശ്യം ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുക. നമുക്ക് ഭയങ്കരമായിട്ട് അരയരുത്, എന്നാൽ അരയാതെ ഇരിക്കരുത്. ആ ഒരു രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. പൊടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ റെസിപ്പിയിൽ ഉപയോഗിക്കുന്ന നമ്മുടെ നാടൻ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതിലേക്ക് എന്തായാലും വേണ്ടൊരു സംഗതിയാണ് കായം ഇടുമ്പോൾ വല്ലാത്തൊരു രുചിയാണ് കേട്ടോ. കായം ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കുതിർത്തി വെച്ച 1 ടേബിൾ സ്പൂൺ പരിപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൾസ് ചെയ്തിട്ട് കൊണ്ടുവരാം. അങ്ങനെ രണ്ടാമത് പരിപ്പിടുമ്പോൾ കുറച്ച് നമുക്ക് പരിപ്പ് വട കഴിക്കുമ്പോൾ കടിക്കാനും കൂടി കിട്ടും. നല്ല മുരുമുരാ ഇരുന്നിങ്ങനെ പരിപ്പ് വടയൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, അത്രയും തന്നെയുള്ള പരിപ്പ് നല്ല കറുമുറാന്ന് പറഞ്ഞ് കടിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് ഈ പൊടികളെല്ലാം കൂടി ചേർത്തത് ഒന്നും കൂടി നമ്മൾ ക്രഷ് ചെയ്ത് മിക്സ് ചെയ്ത് വന്ന ശേഷം കൈ കൊണ്ടൊന്ന് എല്ലായിടത്തേക്കായി തേച്ച് കൂട്ടാം. ഇങ്ങനെ പിടിക്കുമ്പോൾ ബോള് പോലെ കിട്ടുന്ന രീതിയിലാവണം നമുക്ക് അരഞ്ഞു കിട്ടുന്നത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, സവാള, വേപ്പില, ഇത്രയും സംഗതികൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ കൈ വെച്ച് നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഈ തേച്ച് കൂട്ടി കൊടുക്കുന്നതിലാണ് കേട്ടോ ഈ പരിപ്പോടെ ടേസ്റ്റ് ഇരിക്കുന്നത്. കൈ വെച്ച് തന്നെ നന്നായിട്ട് തേച്ച് കൂട്ടി കൊടുക്കുക. അതിനുശേഷം ഒത്തിരി നേരം ഇത് വെച്ചേക്കരുത്, കാരണം സവാളയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പരിപ്പോടെ മിക്സ് ലൂസായി പോവും. നമുക്ക് എടുക്കുമ്പോൾ ഇതുപോലെ നേരത്തെ എടുത്ത പോലെ തന്നെ ബോള് പോലെ കിട്ടണം. ഇതുപോലെ ബോള് പോലെ ആക്കിയിട്ട് നമ്മുടെ മറ്റേ കൈയുടെ ഉള്ളം കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് നടുവിൽ കുറച്ച് കട്ടിക്കും അരികിൽ കുറച്ച് കനം കുറഞ്ഞും പരിപ്പൂടെ ഷേപ്പിൽ പരത്തിയെടുക്കുക. പരത്തി വെക്കരുത്, നേരെ തന്നെ പരത്തിയെടുക്കുക. ഡയറക്റ്റ് നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇടുക. വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണക്ക് ചൂട് വേണം, എന്നാൽ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം വേണം നമ്മൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് പരിപ്പ് വട ഇട്ട് കൊടുക്കാനായിട്ട്. പരിപ്പ് വട ഇട്ടിട്ട് ഉടനെ തന്നെ നമ്മൾ ഇളക്കരുത്. ഒരു 2 മിനിറ്റ്, കുറഞ്ഞതൊരു 1 മിനിറ്റ് എങ്കിലും അനക്കാതെ വെച്ചതിന് ശേഷം കയ്യിലൊക്കെ തൊടരുത്. ഇപ്പൊ തൊട്ടിട്ടുണ്ടെങ്കിൽ പരിപ്പ് വട അങ്ങനെ തന്നെ ഉടഞ്ഞും പൊട്ടിയും നമുക്ക് ഷേപ്പില്ലാത്ത വിധത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് നല്ല ഷേപ്പിൽ വേണമെങ്കിൽ ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം പതിയെ ഒന്ന് മരത്തിന്റെ കയ്യിൽ വെച്ച് തിരിച്ചിട്ട് കൊടുക്കുക. അതായത് നമ്മൾ സ്റ്റീലിന്റെ സ്പൂണും കയ്യിലൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനും അത് വെച്ചതിന്റെ അരികൊക്കെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വുഡിന്റെ സ്പൂൺ തന്നെ അല്ലെങ്കിൽ സ്പാറ്റുല തന്നെ നമ്മൾ യൂസ് ചെയ്യുക. പതുക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ പരിപ്പോട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മൊരിയിച്ചെടുക്കാം കേട്ടോ. നല്ല കറുമുറ ഇരിക്കണമെങ്കിൽ നല്ല ഗോൾഡൻ ബ്രൗൺ, കരിച്ചു കളയരുത്, ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരേക്ക് നമ്മൾ വറുത്തെടുക്കുക, പൊരിച്ചെടുക്കുക. അതിൽ നിന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. നല്ല രസികൻ പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്